എല്ലാവരും വരും. ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോവാണ്. വെറുതെ ഇരുന്നപ്പോൾ കരുതി എന്തിനാണ് വെറുതെ ഇരിക്കുന്നത്? മഴയാണെന്നും കരുതി മടി പിടിച്ചിരിക്കണ്ടല്ലോ. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങി തിരിച്ചു. എവിടെയാ പോവാന്നറിയാത്തത് കൊണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേര് കിട്ടി. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ നേരെ വിടാമെന്ന് കരുതി. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഇപ്പം പറയുന്നില്ല. ഇപ്പം പറഞ്ഞാൽ അതിൻ്റെ ത്രില്ലൊക്കെ ഒന്ന് പോവില്ലേ? അപ്പോൾ എല്ലാവരും വായോ, നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. ശരിക്കും ഞാൻ ആ സ്ഥലത്തേക്കുള്ള എൻട്രി ബോർഡ് കഴിഞ്ഞ് കയറി. അപ്പോൾ ഇതാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഗേറ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ്. മഴ ഇപ്പം കുറച്ച് കുറവും കാര്യങ്ങളുണ്ട്. വൈകുന്നേര സമയമാണ്. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മുന്നേ ഇതിൽ ഒരു തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളും സ്റ്റുഡൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ ഈ സ്ഥലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി വന്നേക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്താട്ടോ. ആക്ച്വലി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു കാട് പോലത്തെ സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി നടന്നു. നടക്കാനും ഈ ഒരു തണുപ്പും കാറ്റും എന്താ പറയുക, ഈ ഒരു മഴയുടെ ക്ലൈമറ്റിൽ ഇങ്ങനെ നടക്കാൻ നല്ലൊരു രസമുണ്ടായിരുന്നു. ശരിക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ആനയും പുലിയും കടുവയും ഒന്നും അല്ല കേട്ടോ. ഇതൊരു കോളേജ് ക്യാമ്പസാണ്. അതിൻ്റെ ഉള്ളിലാണ് പോകുന്നത്. അപ്പം ഞാൻ നടക്കാനൊക്കെ, എനിക്കാണെങ്കിൽ പിന്നെ പറയണ്ട, മഴയാണെന്നും കരുതി മടി പിടിച്ചിരിക്കാനും കഴിയില്ല. ശരിക്കും കുറച്ച് മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. എന്നാലും മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാമെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക സുഖമുള്ള കാര്യമാണല്ലോ. അപ്പം ഞാൻ എന്നെ തന്നെ എന്തിനാണാവോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം കാണിക്കാതെ എന്ന് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. എവിടെയെങ്കിലത്തുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടു എന്ന് നിങ്ങൾ കരുതരുതല്ലോ. അപ്പോൾ ഞാനും വന്നിട്ടുണ്ടെന്നൊക്കെ ഒന്ന് അറിയിക്കണമല്ലോ അല്ലേ? അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്. അങ്ങനെ ഇതാണ് സ്ഥലം കേട്ടോ. ശരിക്കും ഇവിടെയൊക്കെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതിൽ ഇലകൾ നല്ല വൈറ്റ് കളറായിട്ടുള്ള ഇല വൈറ്റായിട്ട് വരുന്ന ഒരു ചെടിയാണ്. ഇതിലൊരു ഓറഞ്ച് കളർ പൂവൊക്കെ ഇതേ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇലയാണ് ശരിക്കും ഈ വൈറ്റ് കളറിൽ വരുന്നത്. ഇതിൻ്റെ പേരെനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല. അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, എനിക്കറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി. അപ്പോൾ എങ്ങനെയാണ്? അങ്ങനെ തന്നെ. അങ്ങനെ ഞാൻ ഇതൊന്ന് നോക്കി രസിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദേ കിടക്കുന്ന ഒരു വലിയ മരം. ശരിക്കും ഞാൻ ഈ മരം കാണാൻ കാരണം തന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു സാധനം ചാടി പറന്ന് പോകുന്നുണ്ടായിരുന്നു. അതിനെ ഞാൻ സൂം ചെയ്യുന്നതിന് മുമ്പ് അത് എവിടെയാണ് പോയെന്ന് അറിയാണ്ട് ഞാൻ അന്വേഷണത്തിലാണ്. അപ്പോൾ കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഈ സ്ഥലമൊക്കെ കണ്ടില്ലേ, എന്താ ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ 2-3 ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഏതോ വീഡിയോ പിടിക്കാനായിട്ട് വന്നവരാണെന്ന് തോന്നുന്നു. അപ്പം ചെറിയ കുട്ടികളാണ് കേട്ടോ. 2-3 പേര് വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോവാമല്ലേ. ഞാൻ ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് ഇനി ഒരു ദിവസം കാണിച്ചു തരുന്നതായിരിക്കും. ഞാൻ എന്തായാലും ഒന്ന് തിരിക്കട്ടെ. തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ഇത് ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടു. നമ്മൾ ഈ മലയുടെ മുകളിലൊക്കെ ചെന്ന് നിന്ന് കാണുന്ന പോലത്തെ ഒരു ഫീല്. പക്ഷേ ഇത് റോഡ് സൈഡിലാണ്. ഇതൊരു കോളേജ് ക്യാമ്പസാണ്. നേരെ നോക്കിയപ്പോൾ ദേ കിടക്കുന്ന ഊഞ്ഞാൽ. വിടുമോ ഞാൻ അങ്ങോട്ട് കയറി അങ്ങോട്ട് ഇരുന്നില്ലേ. അപ്പോൾ എങ്ങനെ നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ കണ്ടു. എന്നാൽ പിന്നെ ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി. ക്ലോസ് ആണ് സ്ഥലം. പക്ഷേ ക്ലോസ് ആയാലും നമ്മളതൊന്നും വകവയ്ക്കാൻ പാടില്ല. ദൂരെ ഒരു സെക്യൂരിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പയ്യെ പമ്മി കയറാൻ തുടങ്ങി. കാരണം ഇതിൽ നമുക്ക് നോർമലായിട്ടുള്ളവർക്ക് അലൗഡല്ല. ഈ കോളേജ് ക്യാമ്പസിലുള്ള സ്റ്റുഡൻസിനും ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമാണ് കേട്ടോ ഇതിനകത്ത് അലൗഡ്. എന്നാലും ഞാൻ അതൊന്നും വിടില്ല. ഞാൻ അങ്ങോട്ട് കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ലൊരു റോഡ് പോലെ, അതായത് റോഡല്ല സോറി, ഒരു ഫുട്പാത്ത് പോലെയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ കാണാനൊക്കെ. എന്താ പറയുക, ഈ ഒരു ക്ലൈമറ്റൊക്കെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. പിന്നെ നല്ല കൊതുകും കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ അതൊന്നും വക വെച്ചില്ല. കാരണം മഴ സമയമല്ല. ഇത് നോക്കിയൊരു ബെഞ്ച് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ സ്ഥലം എവിടെയാണെന്ന് ഇപ്പം പറഞ്ഞാൽ അതിൻ്റെ ത്രില്ല് അങ്ങോട്ട് പോകും. അപ്പോൾ എന്തായാലും ഞാൻ വിടുകയാണ്. ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ഇടുമ്പം അതിൽ ഞാൻ ആ സ്ഥലം മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ.